Hello students, welcome to Edutact Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ ദ സോളിഡ് സ്റ്റേറ്റിൻ്റെ 7th പാർട്ട് ക്ലോസ് പാക്കിംഗ് ഇൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ കണ്ടിരുന്നു കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ വെൽ ഓർഡേർഡ് മാനർ. അതായത് മാക്സിമം സ്പേസിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ വേക്കൻ്റ് ആയിട്ടുള്ള സൈറ്റ് വളരെ കുറവായിരിക്കും. ദിസ് ടൈപ്പ് ഓഫ് പാക്കിംഗ് ഈസ് കോൾഡ് ക്ലോസ് പാക്കിംഗ്. ഹൊറിസോണ്ടൽ റോയിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ ടച്ച് ചെയ്ത് അറേഞ്ച് ചെയ്യുമ്പോൾ ക്രിസ്റ്റലിൻ്റെ എഡ്ജ് ഫോം ചെയ്യുന്നു. നിങ്ങൾക്കിപ്പോൾ കാണാം കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഒന്നിനെ ടച്ച് ചെയ്ത് മറ്റൊന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഹൊറിസോണ്ടൽ റോയിലാണ്, അത് 1 ഡയമെൻഷനിലാണ്, അതായത് ഒരു ഒറ്റ ലൈനിലാണ് വന്നിരിക്കുന്നത്. അതായത് ക്രിസ്റ്റലിൻ്റെ എഡ്ജ് ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് ലൈനിലാണ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റോയിലാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അതെന്താണ് ഫോം ചെയ്യുന്നത്? ക്രിസ്റ്റലിൻ്റെ എഡ്ജാണ് ഫോം ചെയ്യുന്നത്. ഇനി ഇതേപോലെയുള്ള ഒത്തിരി റോസ് 2 ഡയമെൻഷണൽ സ്പേസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ പ്ലെയിൻ ഫോം ചെയ്യും. പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? 2 ഡയമെൻഷനിലാണ്. ലൈൻ 1 ഡയമെൻഷനിലാണ്, പ്ലെയിൻ 2 ഡയമെൻഷനിലാണ്. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് നോക്കാം, എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന്. അതായത് എഡ്ജിൽ അറേഞ്ച് ചെയ്യുന്ന പോലെ, അതായത് ഹൊറിസോണ്ടൽ റോയിൽ അറേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഒന്നിൽ കൂടുതൽ റോസ് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്ലെയിനിൽ ഇതേപോലെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്ത് കിട്ടും. ഇങ്ങനെ പ്ലെയിനിൽ 2 രീതിയിൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ടൈപ്പാണ് ഇത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു പാർട്ടിക്കിളിൻ്റെ തൊട്ട് താഴെയാണ് അടുത്ത റോയിലെ പാർട്ടിക്കിൾ വന്നേക്കുന്നത്. ഒരു റോയിലെ പാർട്ടിക്കിളിൻ്റെ തൊട്ട് താഴെയാണ് അടുത്ത റോയിലെ പാർട്ടിക്കിൾസ് വന്നേക്കുന്നത്. ഇനി ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഒന്നിനൊന്ന് താഴെയായിട്ടാണ് പാർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓരോ റോയിലെയും പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒന്നിന് താഴെ ഒന്നൊന്ന് രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇത് 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആണ്. പ്ലെയിനിലാണല്ലോ, അതുകൊണ്ട് 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആണ്. ഇത് തന്നെ നമുക്ക് 2 രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ടൈപ്പാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ ഇതിൽ ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുന്നു. എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിനെ ടച്ച് ചെയ്ത് എത്ര പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? അതിനെ ടച്ച് ചെയ്തിട്ടുള്ള നൈബേഴ്സ് 1, ഈ പാർട്ടികൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ 2, പിന്നെ ടച്ച് ചെയ്തങ്ങനെ ഇതാണ് 3, ദെൻ 4. അപ്പോൾ അങ്ങനെ 4 പാർട്ടിക്കിൾസ് ഇതിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്ത പാർട്ടിക്കിളിനെ ടച്ച് ചെയ്ത് 4 പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. ഇനി ഈ ഓരോ പാർട്ടിക്കിളിനെയും ടച്ച് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ സെൻറ്ററുകൾ നമ്മൾ കണക്ട് ചെയ്യും. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അതിനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടും. അതെന്ത് ഷേപ്പായിരിക്കും? ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അതായത് കൺസിഡർ ചെയ്ത പാർട്ടിക്കിളിനെ ടച്ച് ചെയ്ത് 4 പാർട്ടിക്കിൾസ് അതിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ക്വയർ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഈ പാക്കിങ്ങിനെ നമുക്ക് എന്ത് വിളിക്കാം? ദിസ് ഈസ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അതായത് നമ്മളൊരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുന്നു. ആ പാർട്ടിക്കിളിനെ ടച്ച് ചെയ്ത് 4 നിയറസ്റ്റ് നൈബേഴ്സ് ഉണ്ട്. 4 നിയറസ്റ്റ് നൈബേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് എഴുതാം നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് ഇസ് ഈക്വൽ ടു 4. അങ്ങനെ ഒരു പാർട്ടിക്കിളിനെ ടച്ച് ചെയ്ത് എത്ര നൈബേഴ്സ് ഉണ്ട്, ആ പാർട്ടിക്കിളിനെ ടച്ച് ചെയ്ത് എത്ര നിയറസ്റ്റ് നൈബേഴ്സ് ഉണ്ട് എന്ന് പറയുന്നതാണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ. ആ ക്ലോസ് പാക്കിങ്ങിൻ്റെ കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് നോക്കാം. ഓരോന്നിൻ്റെയും ഓരോ പാക്കിങ്ങിന് നമ്മളിങ്ങനെ നോക്കും. ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്ത് ആ പാർട്ടിക്കിളിനെ ടച്ച് ചെയ്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നോക്കുന്നു. അതാണ് നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ അത് 4 ആണ്. അത് തന്നെയാണ് ആ പാക്കിങ്ങിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ പാർട്ടിക്കിൾ, കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ. സോ ഹിയർ കോർഡിനേഷൻ നമ്പർ ഈസ് 4. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ, അതായത് പ്ലെയിനിലെ 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിൽ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അതായത് നമ്പർ ഓഫ് നൈബേഴ്സ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് ടൈപ്പിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കാം.
ഫസ്റ്റ് റോ അതേപോലെ തന്നെയാണ്. ഇനി സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഫസ്റ്റ് റോയിലെ പാർട്ടിക്കിൾസിൻ്റെ ഡിപ്രഷനിലാണ്. രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഒന്നാമത്തെ ടൈപ്പിൽ ഒന്നിൻ്റെ താഴെ മറ്റൊന്ന രീതിയിലായിരുന്നു. ഇവിടെ ഒന്നാമത്തെ റോ അതുപോലെ രണ്ടാമത്തെ റോയിലെ പാർട്ടിക്കിൾ ഒന്നാമത്തെ റോയിലെ പാർട്ടിക്കിൾസിൻ്റെ ഡിപ്രഷനിലാണ്. രണ്ട് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ വരുന്ന സ്പേസ്, അതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് റോ അതുപോലെ തേർഡ് റോ വരുമ്പോൾ എങ്ങനെയാണ്? സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾസിൻ്റെ ഡിപ്രഷനിലാണ് തേർഡ് റോയിലെ പാർട്ടിക്കിൾസ് വരുന്നത്. നമ്മൾ ഇവിടെ ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുന്നു. എക്സ് നമ്മൾ മാർക്ക് ചെയ്തു. ആ പാർട്ടിക്കിൾ ടച്ച് ചെയ്ത് എത്ര പാർട്ടിക്കിൾസ് വരുന്നുണ്ട് ഇവിടെ? ഇവിടെ 1, then 2, then 3, 4, 5, 6. ഇവിടെ 6 പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. മുകളിൽ 4 പാർട്ടിക്കിൾസ് ആയിരുന്നു സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ. ദെൻ ഇവിടെ 6 പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ സെൻറ്ററുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ സെൻറ്ററുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഷേപ്പാണ് കിട്ടുന്നത്? ഒരു ഹെക്സഗണാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെന്ത് ടൈപ്പ് പാക്കിംഗ് ആയിരിക്കും? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുന്നു. ആ പാർട്ടിക്കിൾ ടച്ച് ചെയ്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നോക്കുന്നു. 4 കോർഡിനേഷൻ നമ്പറെങ്കിൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്, 6 ആണെങ്കിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അതായത് സ്ക്വയറിന് 4 സൈഡ്സ് അല്ലേ ഉള്ളത്, ഹെക്സഗണിന് 6 സൈഡ്സില്ലേ? അതുപോലെ ഓർത്തിരിക്കുക. സോ കോർഡിനേഷൻ നമ്പർ ഈസ് 6. കറക്റ്റ് അല്ലേ? അതായത് നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് എന്ന് പറയുന്നതാണ് കോർഡിനേഷൻ നമ്പർ. ഇവിടെ പാർട്ടിക്കിളിനെ, ആ പർട്ടിക്കുലർ പാർട്ടിക്കിളിനെ ടച്ച് ചെയ്ത് നിയറസ്റ്റ് നൈബേഴ്സ് എന്ന് പറയുന്നത് 6 ആണ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഇതാണ് 2 ടൈപ്സ് ഓഫ് പാക്കിംഗ്, സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആൻഡ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇത് പ്ലെയിനിലെയാണ്. 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ആണ്. പ്ലെയിനിലാണ് 2 രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഒന്നതിൻ്റെ താഴെ മറ്റൊന്ന് രീതിയിൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾസ് ഫസ്റ്റ് റോയിലെ പാർട്ടിക്കിൾസിൻ്റെ ഡിപ്രഷനിലാണ് അറേഞ്ച് ചെയ്യുന്നത്. രണ്ടിലും തമ്മിൽ നിയറസ്റ്റ് നെയ്ബേഴ്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ഒന്നിൽ 4 ആണ്, ഒന്നിൽ 6 ആണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് വോയിഡ്സ്. വോയിഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ് പാക്കിങ്ങിൽ പാർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയിലും വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് വോയിഡ്സ് എന്ന് പറയുന്നത്. അൺഓക്യുപ്പൈഡ് എംപ്റ്റി സ്പേസ് ഇൻ എ യൂണിറ്റ് സെൽ. അതായത് പാർട്ടിക്കിൾസ് നമ്മൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിലെ അറേഞ്ച്മെൻറ്റ് നോക്കുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ സ്പേസ് വരുന്നുണ്ട്. ഈ സ്പേസിന് പറയുന്ന പേരാണ് വോയിഡ്സ്. അൺഓക്യുപ്പൈഡ് എംപ്റ്റി സ്പേസ് ഇൻ എ യൂണിറ്റ് സെൽ. 2 രീതിയിലുള്ള വോയിഡ്സ് വരുന്നുണ്ട്. ഒന്ന് ടെട്രാഹെഡ്രൽ വോയിഡും രണ്ടാമത്തെ ഒക്ടാഹെഡ്രൽ വോയിഡും. ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾ കാണുന്നത് താഴെ 3 സർക്കിൾസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ സർക്കിളിൽ കൊണ്ടാണല്ലോ പാർട്ടിക്കിൾസിനെ ഡിനോട്ട് ചെയ്യുന്നത്. മുകളിൽ ഒരു പാർട്ടിക്കിളും വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ലെയറിലെ 3 പാർട്ടിക്കിളും അതിന് തൊട്ട് മുകളിലെ ഒരു പാർട്ടിക്കിളും, തൊട്ട് മുകളിലെ ലെയറിലെ ഒരു പാർട്ടിക്കിളും, താഴത്തെ ലെയറിലെ 3 പാർട്ടിക്കിൾസും അതിന് തൊട്ട് മുകളിലെ ഒരു പാർട്ടിക്കിളും കൂടെ കൂടി ഒരു ഹോൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടെട്രാഹെഡ്രൻ ഷേപ്പിലാണ് ഈ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ടെട്രാഹെഡ്രൻ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം. അതുകൊണ്ടാണ് ഈ വോയിഡിന് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. 4 പാർട്ടിക്കിൾസിന് ഇടയിൽ വരുന്ന വോയിഡ്, അതാണ് ടെട്രാഹെഡ്രൽ വോയിഡ്. ഇനി സെക്കൻഡ് ടൈപ്പിൽ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് ലെയറിൽ ലൈറ്റ് ആയിട്ട് വരച്ചിരിക്കുന്ന സർക്കിൾസ് കാണാം. ഫസ്റ്റ് ലെയറിൽ ലൈറ്റായിട്ട് വരച്ചിരിക്കുന്ന സർക്കിൾസാണ്. അതിൻ്റെ തൊട്ട് മുകളിലെ ലെയറിലെയാണ് ഡാർക്ക് സർക്കിൾസ്. അപ്പോൾ അങ്ങനെ അവിടെ എത്ര പാർട്ടിക്കിൾസ് വരുന്നുണ്ട്? താഴത്തെ ലെയറിലെ 3 പാർട്ടിക്കിൾസും മുകളിലത്തെ ലെയറിലെ 3 പാർട്ടിക്കിൾസും. ഇതിൻ്റെ ഇടയിലായിട്ടൊരു ഹോൾ ഫോം ചെയ്തിരിക്കുന്നത് കണ്ടോ? അതാണ് ഒക്ടാഹെഡ്രൽ ഹോൾ എന്ന് പറയുന്നത്. അതായത് 6 പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ വരുന്ന ഹോളാണ് ഒക്ടാഹെഡ്രൽ ഹോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ഈ 6 പാർട്ടിക്കിളും കൂടെ കൂടിയിട്ട് ഫോം ചെയ്യുന്ന ഒരു ഷേപ്പാണ് ഒക്ടാഹെഡ്രൻ ഷേപ്പ്. അതാണ് ഇതിന് ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു 4 പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ടെട്രാഹെഡ്രൽ വോയിഡും 6 പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ ഒക്ടാഹെഡ്രൽ വോയിഡുമാണ്.
So the void surrounded by 4 spheres in tetrahedral position is called tetrahedral void. The void enclosed by 6 spheres in octahedral position is called octahedral void. നെക്സ്റ്റ് ടോപ്പിക് 3 ഡയമെൻഷണൽ പാക്കിംഗ്. നമ്മൾ 1 ഡയമെൻഷനിൽ കണ്ടു, അതായത് ഒരു ലൈനിലെ അറേഞ്ച്മെൻറ്റ് കണ്ടു, അതായത് എഡ്ജിൽ വരുന്ന അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് കണ്ടു. ദെൻ 2 ഡയമെൻഷനിൽ എങ്ങനെയാണ് പ്ലെയിനിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുന്നത് കണ്ടു. ഇനി ഒരു സ്പേസിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. 3 ഡയമെൻഷണൽ പാക്കിങ്ങിൽ ഫസ്റ്റ് ലെയർ വരുന്നത് 2 ഡയമെൻഷനിൽ പോലെ തന്നെ ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും. അത് എ ലെയർ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി സെക്കൻഡ് ലെയർ വരുന്നത് ഫസ്റ്റ് ലെയറിൻ്റെ തൊട്ട് മുകളിലാണെന്ന് വിചാരിക്കുക. അതായത് ഫസ്റ്റ് ലെയറിലെ പാർട്ടിക്കിൾസിൻ്റെ മുകളിൽ തന്നെയാണ് സെക്കൻഡ് ലെയർ, ദെൻ തേർഡ് ലെയർ, ഫോർത്ത് ലെയർ അങ്ങനെ വരുന്നതെങ്കിൽ അത് എ ലെയർ പോലെ തന്നെയാണ്. അതായത് ഫസ്റ്റ് ലെയർ പോലെ തന്നെയാണ് ബാക്കി എല്ലാ ലെയറും വരുന്നത്. ഫസ്റ്റ് ലെയറിൻ്റെ തൊട്ട് മുകളിലാണ് സെക്കൻഡ് ലെയർ വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഫസ്റ്റ് ലെയറിലെ ഒരു പാർട്ടിക്കിളിൻ്റെ കറക്റ്റ് മുകളിൽ തന്നെയായിരിക്കുമല്ലോ സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിൾസ്. അതേപോലെ തന്നെയായിരിക്കും തേർഡ് ലെയറിലെ. അതായത് പാർട്ടിക്കിൾസ് എല്ലാം ഒന്നിന് മുകളിൽ ഒന്നായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ആ ടൈപ്പ് എന്ന് പറയുന്നത് എ ടൈപ്പാണ്. ഈ പിക്ചറിൽ എ എന്ന് പറയുന്ന ലെയറിൽ വോയിഡ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബി, സി എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ബിയും സിയും തമ്മിൽ എന്താണ് വ്യത്യാസം? സി എന്ന് പറയുന്ന ഒരു നോർമൽ ട്രയാങ്കിൾ ഷേപ്പാണ്. അതായത് സി എന്ന് പറയുന്ന വോയിഡ്സ് എല്ലാത്തിനും ഒരു നോർമൽ ട്രയാങ്കിൾ ഷേപ്പാണ്. ഇനി ബി എന്ന് പറയുന്ന വോയിഡ്സ് എല്ലാത്തിനും ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഷേപ്പാണ്. അതായത് ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ബിയും സിയും ട്രയാങ്കിൾ ഷേപ്പ്. അതായത് സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഷേപ്പും ബി എന്ന് പറയുന്ന ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഷേപ്പുമാണ്. അത്തരം വോയിഡ്സാണ് ഈ എ എന്ന് പറയുന്ന ലെയറിൽ ഫോം ചെയ്യുന്നത്. അങ്ങനെ 2 തരത്തിലുള്ള വോയിഡ്സ് ഫോം ചെയ്യുന്നുണ്ട് ഒറ്റ ലെയറിൽ തന്നെ. ഇനി സെക്കൻഡ് കേസ്, സെക്കൻഡ് ലെയർ വരുന്നത് ഈ ഫസ്റ്റ് ലെയറിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള സ്പേസ് ഡിപ്രഷനിലാണെന്ന് വിചാരിക്കുക. അതായത് ഫസ്റ്റ് ലെയറിൽ ഡിപ്രഷനിലാണ് സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ പാർട്ടിക്കിൾസ് ഫസ്റ്റ് ലെയറിൻ്റെ ഡിപ്രഷനിലാണ് സെക്കൻഡ് ലെയറിൻ്റെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് എ ടൈപ്പ് തന്നെയായിരിക്കുമോ? അല്ല, അത് ബി ടൈപ്പ് എന്ന് പറയാം. അതായത് എയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലെയറാണ്, അതുകൊണ്ട് അത് ബി ടൈപ്പാണ്. ഇനി തേർഡ് ലെയർ വരുന്നത് ബി ലെയറിലെ പാർട്ടിക്കിൾസിൻ്റെ ഡിപ്രഷനിലാണെന്ന് വിചാരിക്കുക. തേർഡ് ലെയർ വരുന്നത് ബി ലെയറിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഡിപ്രഷനിലാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ലെയറിൻ്റെ റിപ്പീറ്റേഷനായിരിക്കും. അതായത് ഈ മോഡൽ എന്ന് പറയുന്നത് എ ബി ടൈപ്പായിരിക്കും. ഈ ഫസ്റ്റ് ലെയർ ഈസ് എ ടൈപ്പ്, സെക്കൻഡ് ലെയർ ഈസ് ബി ടൈപ്പ്, ദെൻ തേർഡ് ലെയർ ഈസ് അഗെയിൻ എ ടൈപ്പ്, then AB type arrangement, and it is called 3-dimensional hexagonal close packing, HCP. 3-dimensional hexagonal close packing. Example: molybdenum, manganese, beryllium, zinc, etc. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എ ബി സി ടൈപ്പാണ്. ഇതിൽ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എ, സെക്കൻഡ് ലെയർ ബി. ഇത് രണ്ടും നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്ലോസ് പാക്കിംഗ് പോലെ തന്നെയാണ്, HCP പോലെ തന്നെയാണ്. പക്ഷേ സി ലെയർ, അതായത് തേർഡ് ലെയർ വരുന്നത് സെക്കൻഡ് ലെയറിൻ്റെ ഒക്ടാഹെഡ്രൽ വോയിഡ്സിലാണ്. അതായത് സി വോയിഡ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ഒക്ടാഹെഡ്രൽ വോയിഡ്സിലാണ്. വോയിഡ്സിനെ കവർ ചെയ്തുകൊണ്ടാണ് സി എന്ന് പറയുന്ന ലെയർ വരുന്നത്. അതായത് തേർഡ് ലെയർ വരുന്നത് സെക്കൻഡ് ലെയറിൻ്റെ ഒക്ടാഹെഡ്രൽ വോയിഡ്സിനെ കവർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എയിൽ നിന്നും ബിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലെയറാണ് തേർഡ് ലെയർ എന്ന് പറയുന്നത്. സോ തേർഡ് ലെയർ ഈസ് സി. സോ ഫസ്റ്റ് ലെയർ എ, സെക്കൻഡ് ലെയർ ബി, തേർഡ് ലെയർ സി. മൂന്നും ഡിഫറെൻറ്റ് ടൈപ്പ് ലെയേഴ്സാണ് ഫോം ചെയ്യുന്നത്. പക്ഷേ സി കഴിഞ്ഞ് നെക്സ്റ്റ് ലെയർ വരുന്നത് എ പോലെ തന്നെയായിരിക്കും, എ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് ബി പോലെയായിരിക്കും, ബി കഴിഞ്ഞ് സി. അപ്പോൾ എ ബി സി റിപ്പീറ്റേഷനാണ് അവിടെ. അതുകൊണ്ട് അത് എ ബി സി ടൈപ്പാണ്.
So first layer A, second layer B, third layer C. That is ABC type, and this is called cubic close packing. Cubic close packing, CCP. And this is similar to FCC, face centered cubic lattice. Example, iron, nickel, copper, silver, etc. നെക്സ്റ്റ് ടോപ്പിക് പാക്കിംഗ് എഫിഷ്യൻസി. അതായത് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ടോട്ടൽ എത്ര പെർസെൻറ്റേജ് സ്പേസിലാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ എത്ര പെർസെൻറ്റേജ് സ്പേസിലാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതാണ് അതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമ്മൾ ക്ലോസ് പാക്കിങ്ങിൽ കണ്ടു, പാർട്ടിക്കിൾസൊക്കെ വളരെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും വോയിഡ്സ് ഉണ്ട്, അതായത് വേക്കൻറ്റ് സ്പേസസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ ക്രിസ്റ്റൽ സ്ട്രക്ചറിലും എത്ര പെർസെൻറ്റേജ് സ്പേസിലാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതാണ് പാക്കിംഗ് എഫിഷ്യൻസി. ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ പാർട്ടിക്കിൾസ് ഇൻ എ crystal structure is called the packing efficiency. In simple cubic lattice, there is only one particle, then packing efficiency is 52.4%. But in BCC, body centered cubic lattice, two particles are there, then packing efficiency is 68%. Then FCC, face centered cubic lattice, four particles are there, so packing efficiency is 74%. നെക്സ്റ്റ് ടോപ്പിക് കാൽക്കുലേഷൻ ഓഫ് ഡെൻസിറ്റി. അതായത് ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഡെൻസിറ്റി ഡി അല്ലെങ്കിൽ റോ ഈക്വൽ ടു ZM ഡിവൈഡഡ് ബൈ A ക്യൂബ് NA. ഡി ഈക്വൽ ടു ZM ഡിവൈഡഡ് ബൈ A ക്യൂബ് NA. ഇനി ഓരോ ലെറ്റേഴ്സും എന്താണെന്ന് നോക്കാം. ഡി എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്, അതിനെ ഡെൻസിറ്റിയെ റോ കൊണ്ടും ഡിനോട്ട് ചെയ്യാറുണ്ട്. സോ ഡി ഡെൻസിറ്റി. Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദാറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. Z ഈസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ദെൻ M, ക്യാപിറ്റൽ ലെറ്റർ M. M എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് ആയിട്ട് എടുക്കാം. അറ്റോമിക് മാസ്. M എന്ന് പറയുന്നത് അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ്. ദെൻ A, സ്മോൾ ലെറ്റർ A. സ്മോൾ ലെറ്റർ A എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത് ആണ്. എഡ്ജ് ലെങ്ത്. ദെൻ NA. NA എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അവഗാഡ്രോ നമ്പറാണ്. NA എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ. ഇതിൻ്റെ വാല്യൂ എന്താണ്? 6.023 ഇൻറ്റു 10⁻23. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഒന്നുകിൽ ഡി ചോദിക്കാം അല്ലെങ്കിൽ Z ചോദിക്കാം. അങ്ങനെ ഓരോ ടേമും ഇതിനകത്ത് ചോദിക്കാറുണ്ട്, പ്രോബ്ലം ചോദിക്കാറുണ്ട്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഡി എന്ന് പറയുന്നത് ZM ഡിവൈഡ് ബൈ A ക്യൂബ് NA ആണ്. ഡി ഡെൻസിറ്റി, Z നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, M എന്ന് പറയുന്ന അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ്, A എഡ്ജ് ലെങ്ത്, NA എന്ന് പറയുന്ന അവഗാഡ്രോ നമ്പർ 6.023 ഇൻറ്റു 10⁻23. ഇനി പ്രോബ്ലം നോക്കാം. An element with body-centered cubic structure has cell edge 400 picometer. Calculate the density of the element. Atomic mass of element is 100. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ ബോഡി സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഫസ്റ്റ് ഡെൻസിറ്റി കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ZM ഡിവൈഡഡ് ബൈ A ക്യൂബ് N ആണെന്ന് നമുക്കറിയാം. ഇനി BCC, ബോഡി സെൻറ്റേഡ് ക്യൂബിക് ലാറ്റിസ് ആയതുകൊണ്ട് Z-ൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 ആണ്. അതൊക്കെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മോളിക്കുലർ മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് M എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 100 ആണെന്നുള്ളത്. ദെൻ എഡ്ജ് ലെങ്ത് A തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 400 ആണ്. 400 പൈക്കോമീറ്റർ എന്നാണ് തന്നേക്കുന്നത്. അത് ആദ്യം നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 പൈക്കോമീറ്റർ എന്ന് പറയുന്നത് 10⁻10 സെൻറ്റിമീറ്റർ ആണ്. സോ A എന്ന് പറയുന്ന 400 പൈക്കോമീറ്റർ, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 400 ഇൻറ്റു 10⁻10 സെൻറ്റിമീറ്റർ. ദെൻ N എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ 6.023 ഇൻറ്റു 10⁻23. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. റോ അല്ലെങ്കിൽ ഡെൻസിറ്റി D ഈക്വൽ ടു 2 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 400 ഇൻറ്റു 10⁻10 ഹോൾ ക്യൂബ് ഇൻറ്റു 6.023 ഇൻറ്റു 10⁻23. സോ ആൻസർ ഈസ് 5.19 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതേപോലെ Z കാണാൻ ചോദിക്കാം, M കാണാൻ ചോദിക്കാം, A കാണാൻ ചോദിക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക.